നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നാണ് ഇൻസ്റ്റഗ്രാം. പലരുടെയും ജീവിതമാർഗം കൂടിയാണിത്. ഇൻഫ്ലുവൻസർമാർ സ്വന്തം കണ്ടന്റുകൾ പങ്കുവയ്ക്കുന്നതിനും കച്ചവടക്കാർ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നതിനും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിർമ്മിച്ചതുകൊണ്ട് മാത്രം ആയില്ല. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ വളരെ തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഇൻസ്റ്റഗ്രാം മേധാവി ആദം മൊസേരി. അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളിൽ ഫോളോവർമാരുടെ ഇടപെടൽ അഥവാ എൻഗേജ്മെൻറ്റ് നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് മൊസേരി പറയുന്നത്. തുടക്കത്തിൽ 1-2 ദിവസം മാത്രം നോക്കിയാൽ പോരാ, 2 ആഴ്ചയെങ്കിലും എൻഗേജ്മെൻറ്റ് നിരീക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചില ഉള്ളടക്കങ്ങൾക്ക് ആഴ്ചകൾക്കപ്പുറത്തേക്ക് സാധ്യതകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലെ ആളുകളിൽ കൂടുതലും അവർ ഫോളോ ചെയ്യാത്ത അക്കൗണ്ടിലെ ഉള്ളടക്കങ്ങളാണ് കാണുന്നത്. റെക്കമെൻഡേഷനുകൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഉപഭോക്താവിന് റെക്കമെൻഡ് ചെയ്തു വരുന്ന ഉള്ളടക്കങ്ങൾ യഥാർത്ഥത്തിൽ 2 ദിവസത്തിലേറെ പഴക്കമുള്ളതായിരിക്കും. അതിനാൽ ദിവസങ്ങളോളം പോസ്റ്റുകൾ നിരീക്ഷിക്കണമെന്നാണ് മൊസേരി പറയുന്നത്. ഷെയറുകളുടെ എണ്ണം വിശകലനം ചെയ്യലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കണ്ടന്റുകളിൽ ആളുകളുടെ എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാവും. ഏറ്റവും അധികം ആളുകൾ ഷെയർ ചെയ്ത ഉള്ളടക്കങ്ങളായിരിക്കും മികച്ചത്. അത് നിങ്ങളുടെ പ്രേക്ഷക കമ്മ്യൂണിറ്റിക്കുള്ളിൽ സ്വീകാര്യതയുള്ള ഒന്നായിരിക്കും, മൊസേരി പറയുന്നു. അതായത് സമാനമായ ഉള്ളടക്കങ്ങൾക്ക് നിങ്ങളുടെ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയുണ്ടെന്നർത്ഥം. മൊസേരിയുടെ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഏറ്റവും അധികം ഷെയർ ചെയ്യപ്പെടുന്ന ഉള്ളടക്കങ്ങൾക്ക് സമാനമായവ ഭാവിയിൽ നിർമ്മിക്കുന്നത് അക്കൗണ്ടിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കും. അതുപോലെ റീലുകളേക്കാൾ കാരോസലുകളിൽ എൻഗേജ്മെൻറ്റ് വർദ്ധിക്കുന്നതിൻ്റെ കാരണവും മൊസേരി വ്യക്തമാക്കി. ഒന്നിലധികം ചിത്രങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കുന്നതാണ് കാരോസലുകൾ. ഉപഭോക്താവിൻ്റെ ഫീഡിൽ കാരോസലുകൾ ഒന്നിലധികം തവണ പ്രത്യക്ഷപ്പെടും. ഉപഭോക്താവ് കാരോസലിലെ ആദ്യ ചിത്രം മാത്രം കാണുകയും മറ്റ് ചിത്രങ്ങളിലേക്ക് സ്വൈപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഈ കാരോസൽ ഇൻസ്റ്റഗ്രാം വീണ്ടും അയാളെ കാണിക്കും. ഉപഭോക്താവ് എവിടെയാണോ നിർത്തിയത് ആ ചിത്രമായിരിക്കും കാണിക്കുക. കാരോസലിന് ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഒരവസരം കൂടി നൽകുകയാണ് അതുവഴി. സ്വാഭാവികമായും ഇത് എൻഗേജ്മെൻറ്റ് വർദ്ധിക്കുന്നതിന് ഇടയാക്കും. ഫോളോവർമാരുടെ എണ്ണത്തേക്കാൾ എൻഗേജ്മെൻറ്റിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഫോളോവർമാരുടെ എണ്ണം നിങ്ങളുടെ ആകെ റീച്ച് വർദ്ധിപ്പിക്കുമെങ്കിലും നിങ്ങളുടെ പോസ്റ്റിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതിലാണ് കാര്യം. കമൻറ്റുകളായും ലൈക്കുകളായും ആളുകൾ ഉള്ളടക്കത്തോട് പ്രതികരിക്കുന്നതിനെയാണ് എൻഗേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഫോളോവർമാരുടെ എണ്ണം കുറഞ്ഞാലും നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് കൂടുതലാണെങ്കിൽ അത് നല്ല ലക്ഷണമാണെന്ന് മൊസേരി പറയുന്നു. കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഉള്ളടക്കവുമായി ഇടപഴകുന്നുണ്ടെന്നാണ് അതിനർത്ഥം. അതേസമയം നിങ്ങളുടെ ഫോളോവർമാരുടെ എണ്ണം കൂടുകയും എൻഗേജ്മെൻറ്റ് കുറയുകയും ചെയ്താൽ അത് മോശം ലക്ഷണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനാൽ അക്കൗണ്ട് നിരന്തരം നിരീക്ഷിക്കുകയും എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കുകയും വേണമെന്നും മൊസേരി പറയുന്നു.